ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ 4 പൈശാചിക ശക്തികളുടെ വീഡിയോ ചെയ്തിരുന്നു. ഇതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഫോണിലത് അത്രയും കയറത്തില്ല. 2 അത്രയും വലിയൊരു വീഡിയോ ആകുമ്പം കേൾക്കുന്ന നിങ്ങൾക്കും ഒരു അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാർട്ടായിട്ടത് ചെയ്തത്. നിങ്ങൾ കണ്ടവർ ഭാഗ്യവാന്മാർ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് എനിക്ക് അതിനൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനം കിട്ടത്തില്ല. ഉറപ്പാണ്. ഒരു സ്ഥലത്തും കിട്ടത്തില്ല. ആർക്കും ഇത് പറഞ്ഞു തരാനും അറിയത്തില്ല. ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തുമില്ല. പിന്നെ ഇപ്പം ഞാൻ അതിൻ്റെ അവസാന ഭാഗം ഞാനിപ്പോൾ ഇന്ന് ചെയ്യണം. ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യിപ്പിക്കുന്നവരുണ്ട്, ഓരോരുത്തർ നശിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ശിക്ഷയുണ്ട്. അത് ഇതുവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ആ ശിക്ഷ ഭയാനകമാണ്. മനസ്സിലായില്ലേ? ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 20-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. ശരിയല്ലേ? 3-4 തലമുറ വരെ ശിക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഈ ശിക്ഷ എന്ന് പറഞ്ഞാൽ ചാത്തൻ സേവ ചെയ്യുന്നവരും, അതായത് അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പൂജിക്കുന്നവർക്കും, മന്ത്രവാദം മറ്റുള്ളവർക്കെതിരെ ചെയ്യുന്നവർക്കും, കൂടോത്രം മറ്റുള്ളവർക്കെതിരെ ചെയ്യുന്നവർക്കും, കൈവശം മറ്റുള്ളവർക്കെതിരെ ചെയ്യുന്നവർക്കും ഉള്ള ശിക്ഷയാണ് കർത്താവ് പറയുന്നത്. 3-4 തലമുറ ശിക്ഷിക്കുന്നു. അത് ഉറപ്പായിട്ട് ശിക്ഷിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. ആ ശിക്ഷ ഭയാനകമാണ്, ഭയങ്കരമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യനെ സാത്താൻ്റെ ആത്മാവ് കൊണ്ട് നശിപ്പിക്കുക. ശരിയല്ലേ? അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവുള്ള ആ മനുഷ്യൻ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. ആ വേദന പുറത്താർക്കും അറിയത്തില്ല. അത് കാണുന്ന ഒരാളാണ് ദൈവം. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ദൈവം കർത്താവ് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ശിക്ഷ അനുഭവിച്ചവർക്ക് മാത്രമേ എൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ശരിയല്ലേ? ഒരാൾക്കെതിരെ ഈ ചാത്തൻ സേവ പിന്നെ ഒരു സ്വയമായിട്ട് പോയി മേടിച്ചു കൊണ്ടു വെച്ചിട്ട് അവനെ പൂജിക്കുക, അത് സ്വന്തം ശിക്ഷയാണ്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കൂടോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരാളെ നശിപ്പിക്കാൻ വേണ്ടി വേറൊരാൾ ചെയ്യുന്നൊരു പണിയാണ്. അല്ലേ? അതിലൂടെ എന്തെല്ലാം സംഭവിക്കണമെന്ന് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കൂടോത്രത്തിലൂടെ നമുക്കെന്ത് സംഭവിക്കും, ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ ഇന്നലെ ഇതിലെ മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമേ ഞാൻ നേരെ ഒരുക്കിയിട്ടുള്ളൂ. അങ്ങോട്ടൊന്നും പോയിട്ടില്ല, മലയുടെ അരിയത്തേക്ക് പോലും പോയിട്ടില്ല. ഓരോരുത്തരും അനുഭവിച്ച വേദനകളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല അത്. അപ്പോൾ അത്രയും വേദന അനുഭവിച്ച ആ മനുഷ്യർക്ക് അനുഭവിപ്പിച്ച ചെയ്ത ആ മനുഷ്യർക്ക് തക്കതായ ശിക്ഷ ദൈവം കൊടുത്തിരിക്കും. അവരുടെ മന്ത്രവാദം അതാ ചെയ്യിക്കുന്നവർക്കും ചെയ്യുന്നവർ ഭയങ്കര ശിക്ഷയത്. ഒരു സഹോദരൻ്റെ ജീവിതം നഷ്ടപ്പെടണേ, ഒരു ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യനെ പിശാചിൻ്റെ ആത്മാവ് കൊണ്ട് നശിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ അതിലൊക്കെ ഉപരിയാണ് കൈവശം കൊടുക്കുന്നത്. കാര്യം ഒരു തമാശ രൂപേണ ചെയ്യുന്നൊരു കാര്യമാണ് കൈവശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനുള്ള ശിക്ഷയും വലിയ ശിക്ഷയാണ്. ആ ശിക്ഷ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അറിയാതെ പോകരുത്.
ഇപ്പം ഈ ഈ 4 പൈശാചിക ശക്തികളെയും കൊണ്ടു നടക്കുന്ന ആ വ്യക്തികൾക്ക്, അതായത് ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രം ചെയ്യുന്ന കാര്യമാണ്. മറ്റ് 3 സേവകളും ഇതും കൂടോത്രം, കൈവശം, മന്ത്രവാദം, അത് വേറെ ഒരു വ്യക്തിയിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. ആ ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന അനുഭവം വലിയൊരു വേദനയാണത്. മനസ്സിലായില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടൊരു വേദന വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 4 ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഈ വ്യക്തി പെട്ടിട്ടുണ്ടെങ്കിൽ അവർ എത്ര ഉന്നതരായാലും എത്ര പണക്കാരായാലും, മനസ്സിലായില്ലേ, എന്തെല്ലാം സമ്പത്ത് കയ്യിലുണ്ടെങ്കിലും അവരുടെ കുടുംബത്തിൽ അശാന്തിയായിരിക്കും, സമാധാനം ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? പ്രായത്തെ കഴിഞ്ഞ് നിൽക്കുന്ന മക്കൾ, വിവാഹം പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന മക്കളും അവിടെ ആ വീടുകളിലുണ്ടാവും. അവരുടെ കല്യാണമൊന്നും നടക്കത്തില്ല. ഇനി അഥവാ നടന്നാൽ അത് നിലനിൽക്കത്തുമില്ല. 1. 2, അല്ലെങ്കിൽ അവർക്ക് മാരകമായ രോഗമായിരിക്കും. ഏത് ആശുപത്രി പോയാലും ഏത് മരുന്ന് കഴിച്ചാലും ആ രോഗത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. 3, ഇവർക്കുണ്ടാകുന്ന മക്കൾ അവർക്കൊരിക്കലും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല. ഇനി ആൺകുട്ടികളാണെങ്കിൽ ആ ആൺകുട്ടികളുടെ ജീവിതത്തിൽ ഒരു നല്ല ബന്ധമോ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതമോ അതൊന്നും നടക്കത്തില്ല. ഇത് സത്യത്തിൽ ആർക്കും അറിയത്തില്ലത്. മനസ്സിലായില്ലേ? ഇപ്പം പല പെൺകുട്ടികളും പറയുന്നുണ്ട്, എനിക്ക് കല്യാണം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന്. നിങ്ങളത് ആ കുട്ടിയുടെ ഇതല്ല പറയണേ, ആ കുട്ടിയല്ല പറയണേ. ആ കുട്ടിയിലൂടെ വേറൊരു ശക്തി പറയിപ്പിക്കുന്ന, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ശക്തി ആ കുട്ടിയിൽ വസിക്കുന്നുണ്ട്, ആ കുടുംബത്തിൽ വസിക്കുന്നുണ്ട്. കാര്യം എൻ്റെ അടുത്ത് ഒരുപാട് പേര് എന്ന് പറയുന്നുണ്ട്, മകൾക്ക് കല്യാണം വേണ്ട, അവൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കണേ, എത്ര നിർബന്ധിച്ചിട്ടും അവൾ കല്യാണം കഴിക്കാൻ തയ്യാറല്ല. ഇതാ കാര്യം. നമ്മളത് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ കാണാം, അവിടെ ഒരു പൈശാചിക ശക്തി ആ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു ശിക്ഷയും ആ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇല്ലാത്തവരാണ് പിന്നെ കാശില്ലാറ്റാണെന്ന് കിട്ടി. ഇത് സമ്പത്തിൻ്റെ മേലെ വസിക്കുന്നവരാണ്. അവരുടെ മക്കൾക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ശിക്ഷയുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹൃദയവേദന കേൾക്കുന്ന ഒരാളാണ് ദൈവം. ആ ഹൃദയവേദന കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ, ആ വ്യക്തിയെ ദൈവം നശിപ്പിച്ചു കളയും. അതിൻ്റെ ശിക്ഷ അവർക്ക് ഉറപ്പാണ്. ഞാനിത് പലവരുടെയും അവസ്ഥ കണ്ടിട്ടും ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷ കണ്ടുകൊണ്ടാണ് ഞാനിത് പറയണേ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ഇനി വേറൊരു സ്ഥലത്തു നിന്ന് ഇത് കിട്ടത്തില്ല. വേറെ ഒരാൾക്കും ഇത് പറയാനും പറ്റത്തില്ല. അവർക്കിതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കേട്ടിരിക്കണം. ഈ 3, 4 തലമുറ എന്ന് പറയുന്നത് വെറുതെ ഒന്നും പറയണമല്ല. അതായത് ദൈവ ആത്മാവുള്ളൊരു മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ആർക്കും കൊടുക്കുന്ന ശിക്ഷയാണത്. ഇനി ഇത് കൂടോത്രത്തിന് മാത്രത്തിലേക്ക് വരുന്നില്ല. ഈ ചാത്തൻ സേവ, കൂടോത്രം, മന്ത്രവാദം, കൈവശം, അങ്ങനെ അതിനകത്തൊക്കെ മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഇതിൻ്റെ ശിക്ഷ കടന്നു പോകും. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയുടെ നിന്ന് പണം കടം മേടിച്ചെന്നിരിക്കട്ടെ, ഒരത്യാവശ്യം പറഞ്ഞ് കുറച്ച് പണം മേടിച്ചു, ആ പറഞ്ഞ സമയത്ത് അത് കൊടുക്കുന്നില്ല, പിന്നെ അത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, ആ മനുഷ്യൻ കബളിപ്പിക്കപ്പെടുക. അങ്ങനെ ചെയ്യുന്ന ആ വ്യക്തികളുടെ 3, 4 തലമുറ നശിച്ചു പോകും, ഉറപ്പാണ്. അതും ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. അവരുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ശാന്തി ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും ശാന്തി കിട്ടത്തില്ല അവർക്ക്. രണ്ടാമത്തെ ഒരു കേസ്, ഏതെങ്കിലും ഭൂമി, ആരുടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി അവരിൽ നിന്നും പറ്റിച്ചെടുത്താൽ ആ വ്യക്തിയുടെ മനസ്സ് വേദനിക്കും. ആ വ്യക്തിയുടെ മനസ്സ് വേദിക്കുന്ന ആ നിമിഷം തന്നെ മറ്റവന് ഇതെടുത്തവർക്ക് ഒരു ശിക്ഷ ദൈവം കൊടുത്തിരിക്കും.
മനസ്സിലായോ? അവരുടെ കുടുംബത്തെ നശിപ്പിച്ച് കളയും ദൈവം, നശിപ്പിച്ച് കളയും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒന്നൊന്നിന് പുറകെ ഇങ്ങനെ നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അവരുടെ മക്കൾക്കും ഇതേപോലെ വിവാഹ ജീവിതം നടക്കത്തില്ല. അത് ആണിനായാലും പെൺകുട്ടിക്കായാലും വിവാഹ ജീവിതം അഥവാ നടന്നാൽ തന്നെ അത് ശാശ്വതമാവുകയില്ല, ശാശ്വതമാകില്ല. എത്ര ഉന്നതനായാലും എത്ര സമ്പത്തുള്ളവനായാലും അവരുടെ കുടുംബം അതോടെ നശിച്ചു പോവുക. മനസ്സിലായില്ലേ? പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ടെങ്കിലും പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ആൺകുട്ടികളുണ്ടെങ്കിലും അവരുടെ കുടുംബക്കാർ ഇത് കേൾക്കണം. അവർ ഇങ്ങനൊരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഒരു സ്ഥലം അവർ താമസിക്കുന്ന ഒരു ഭൂമി, അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു തട്ടിപ്പിൻ്റെ ഭാഗം കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ശിക്ഷ അവർ അനുഭവിച്ചേ പറ്റും. അവർക്കതിൽ നിന്നൊരു മോചനം കിട്ടത്തില്ല. അതല്ലെങ്കിൽ പിന്നെ അവരതിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ച് കളയണം. അവരതിൽ നിന്ന് ആ തെറ്റിൽ നിന്ന് അവരെ വിടിയിക്കണം. ചിലപ്പോൾ പക്ഷേ ആ തലമുറ അല്ലെങ്കിൽ ആ മക്കൾ ചെയ്ത തെറ്റായിരിക്കത്തില്ല, അവരുടെ മാതാപിതാക്കൾ ചെയ്യുന്നൊരു തെറ്റായിരിക്കും. ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് കുടുംബത്തിലെ അടുത്ത തലമുറയിലെ മക്കളായിരിക്കും. അതൊരു വലിയ ശിക്ഷയല്ലേ, ഒരു വലിയ പാതകമല്ലേ അത്. നമ്മുടെ മക്കളുടെ വിവാഹം പൈസ ഇല്ലെങ്കിൽ പോട്ടെ, അതല്ലെങ്കിൽ പൈസ ഉണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ വേദനയാണ്. ഇനി അത് നടന്നാൽ അത് നിലനിൽക്കത്തുമില്ല. അവിടെയാണ് അതിനകത്ത് വേറൊരു ഭാഗം. ഏതെങ്കിലും വഴി കുഴിഞ്ഞപ്പം എങ്ങനെയും നടത്തിയാൽ തന്നെ ആ സാധനം നിലനിൽക്കത്തില്ല, ആ ബന്ധം നിലനിൽക്കത്തില്ല. കാരണം അവർ കിടക്കുന്ന ഭൂമിയിൽ ഒരു പാപത്തിൻ്റെ അംശമുണ്ട്, ഒരു ശാപത്തിൻ്റെ അംശം കിടപ്പുണ്ട് അവിടെ, ഉണ്ടാകും. അതുണ്ടെങ്കിലേ അതങ്ങനെ സംഭവിക്കുള്ളൂ, ഇതിലിങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ആ ശാപത്തിൻ്റെ അംശം ഉള്ള വീടുകൾ, അതുപോലെ തന്നെ അന്ധകാര ശക്തിയെ പൂജിക്കുന്ന വീട്, അന്ധകാര ശക്തി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന അവരുടെ കുടുംബങ്ങൾ, അവർക്കെല്ലാം ഉണ്ടാകുന്ന സംഭവങ്ങളത്. അവർക്കൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടത് ഒരിക്കലും എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഒരിക്കലും നിങ്ങൾ ഒരാൾക്കും ഒരു കൂടോത്രം ചെയ്യാനോ ഒരു മന്ത്രവാദം ചെയ്ത് നശിപ്പിക്കാനോ ഒരു കൈവശം കൊടുത്ത് നശിപ്പിക്കാനോ തുനിയരുത്, പോകരുത്. അങ്ങനെ ചെയ്താൽ ഈ ശിക്ഷകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. രോഗമാണെങ്കിൽ ഒരു മരണം വരെ ആ രോഗത്തിന് ചികിത്സിക്കേണ്ടി വരും, കിടപ്പായിരിക്കും. അങ്ങനെ പോകരുത്, അത് ചെയ്യരുത്, തെറ്റാണ്, മാർഗമായൊരു തെറ്റാണത്. ആരെങ്കിലും പറഞ്ഞാൽ പോലും നിങ്ങൾ ഒരിക്കലും അതിനെ കൂട്ടു നിൽക്കരുത്, ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ഇത് നിങ്ങൾ ശ്രവിക്കണം, ഇത് നിങ്ങൾ കേൾക്കണം. ഒരിക്കലും ഒരു അമ്മയും മകനും കൂടി എന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞത് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് അത്രയും ഒരു മാനസികമായ വേദനയായിരുന്നു അവരെ പറഞ്ഞ വാക്കുകൾ, അവരുടെ പറഞ്ഞ അവസ്ഥ കേട്ടിട്ട്, അവരുടെ ജീവിതം കേട്ടിട്ട്. ഇവരുടെ അപ്പൻ, ആ സ്ത്രീയുടെ ഭർത്താവ്, ഈ മകൻ്റെ അപ്പൻ തൊട്ടടുത്ത വീട്ടിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ആദ്യം അയാൾക്ക് കൈവശം കൊടുത്തു. മനസ്സിലായില്ലേ? അതിൻ്റെ പുറകെ അതോടെ അയാൾ മദ്യപാനിയായി, കുടിച്ച് നശിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും അയാൾ കലി അടങ്ങാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് മേൽ കൂടോത്രം ചെയ്തു, അത് മന്ത്രവാദം ചെയ്തു വിട്ടു, കൂടോത്രം ചെയ്ത് വെച്ചു. അതോടെ അയാൾ പൂർണ്ണമായിട്ട് നശിച്ചു, ആ കുടുംബം നശിച്ചു. മനസ്സിലായില്ലേ?
ആ ആ ഇയാളൊരു ചെറിയൊരു വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്ത പണിയാന്ന് പറഞ്ഞു. അത്രയ്ക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നിസ്സാര കാര്യമായിരുന്നു. പക്ഷേ ആ കുടുംബത്തെ, മറ്റേ കുടുംബത്തെ, അയാളുടെ അടുത്തുള്ള കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞു അയാൾ. അതിൻ്റെ ശിക്ഷ പൂർണ്ണമായും ഈ മക്കൾ അനുഭവിക്കേണ്ടി വന്നു. അത് മക്കൾ മാത്രമല്ല, ആ വ്യക്തിക്ക്, ഇവരുടെ ഈ പയ്യൻ്റെ അപ്പന് മാരകമായ രോഗമായിരുന്നു. മാരകമായ രോഗം. ചികിത്സിച്ച് സ്വത്തിൻ്റെ ഏതായാലും നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? അതിൻ്റെ പുറകെ അത് ശിക്ഷിച്ച് ഈ രോഗം വന്ന് ചികിത്സിച്ച് പൈസ എല്ലാം ഏതാണ്ട് സമ്പത്തെല്ലാം തീർന്നു. സ്വത്തൊക്കെ വിറ്റ് ചികിത്സിച്ചു. അന്ന് ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസുകളൊന്നുമില്ല, റെഡി ക്യാഷ് തന്നെ വേണം കയ്യിൽ. അങ്ങനെ അത് ചെയ്തു. ഈ ആൾ മരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും സമ്പത്ത് എല്ലാം ഒരു 3/4 ഭാഗം പോയി കിട്ടി. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇയാൾക്ക് 2 ആണും 2 പെൺകുട്ടികളുമാണ്. നല്ല പ്രായത്തിൽ ആ പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ ഇയാൾക്ക് പറ്റിയില്ല. പക്ഷേ അവർ നടന്ന് പെൺകുട്ടികളുടെ പ്രായമെല്ലാം അതിക്രമിച്ചു. പിന്നെ അവർ പല എന്തോ തെറ്റിലേക്കൊക്കെ വീണുപോയി. 2 പേരും ആത്മഹത്യ ചെയ്തു. 2 പെൺമക്കളും ആത്മഹത്യ ചെയ്തു. ഇതൊരു ശിക്ഷയാണെന്ന് ഓർക്കണം. ഒരു കുടുംബം നശിപ്പിക്കാൻ വേണ്ടി കൂടോത്രം അവന് കിട്ടിയ ശിക്ഷയാണത്. ഇത് കേട്ട എൻ്റെ ചങ്ക് തകർന്നു പോയി. പിന്നെ ബാക്കി ശേഷിക്കുന്ന അമ്മയും 2 ആൺകുട്ടികളാണ്. അവിടെയും വിട്ടില്ല. നമ്മൾ പറയും ദൈവം കരുണയുള്ളവനാണ്, ദൈവം നമ്മളെ ശിക്ഷിക്കില്ല, അടിക്കും, ഉറപ്പാണ്. നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് അടി ഉറപ്പാണ്. ഇപ്പം ഇത് കേൾക്കുന്ന ആരെങ്കിലും പറയും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ദൈവം ഒരിക്കലും അങ്ങനെ ദൈവം ശിക്ഷിക്കും. നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കത്തില്ലേ? ഇല്ലേ? അത് തന്നെ ദൈവം ചെയ്യുന്നു. ഇത്രയും വലിയ പാതകം ചെയ്താൽ ഒരു മനുഷ്യ ജീവനെ നശിപ്പിക്കാൻ വേണ്ടി, അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി പിശാചിൻ്റെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരുത്തനെ ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഈ ദൈവം എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് വിലയുണ്ട്? ആ ശിക്ഷ ഭയങ്കരമാണ്. ആ ശിക്ഷ കിട്ടിയേ തീരൂ. ഈ ശേഷിക്കുന്ന അമ്മയും 2 ആൺകുട്ടികളും, അതിൽ ഈ പെൺകുട്ടികൾ 2 ആത്മഹത്യ ചെയ്തതിന് ശേഷം ഈ പയ്യന് മാനസിക രോഗം തുടങ്ങി. എൻ്റെ അടുത്ത് വരുമ്പം അവന് ഏതൊരു മാനസിക രോഗ ആശുപത്രി കൊണ്ടാക്കിയേക്കുക. ഇതിൻ്റെ എല്ലാം പാപഭാരം വഹിക്കുന്നത് ആ പാവപ്പെട്ട അമ്മയും ഈ ശേഷിക്കുന്ന ഒരു മകനുമാണ്. അവൻ പറഞ്ഞു, സാറേ ഞാനും തകർന്നു പോകും, എനിക്കും പിടിച്ചു കിട്ടുന്നില്ല. ചില നേരത്തെ എൻ്റെ ചിന്തകളും വിചാരങ്ങളൊക്കെ വേറെയാണ്. ആത്മഹത്യ ചെയ്യണം, ഈ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് ചിന്തിക്കണേ. പക്ഷേ അമ്മയുടെ മുഖം ഓർക്കുമ്പം അതിൽ നിന്ന് ഞാൻ മാറുക. നിങ്ങളൊന്ന് നോക്കിയേ, ഇതൊന്നും വെറുതെ പറയണതല്ല, ഇതെല്ലാം സത്യമാണ്. ഞാൻ ആ അമ്മയോട് പറഞ്ഞ് മുട്ടുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി ഞാൻ അവരുടെ തലയെ കൈവച്ചപ്പം ഇവർക്ക് ഈ മകനും കൂടി നഷ്ടപ്പെടണം. ഈ ശേഷിക്കുന്ന മകനും കൂടി നഷ്ടപ്പെട്ടു പോയാൽ മാത്രമേ ആ ദൈവത്തിൻ്റെ ആ ശിക്ഷ മാറത്തുള്ളൂ. ഞാൻ അവരോട് ഞാൻ പറഞ്ഞില്ല ഈ മകനും കൂടി ഇത് സംഭവിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ അമ്മയും മകനും ഇവിടുന്ന് പോകുമ്പോൾ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്ത് നമ്മുടെ തലയിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ഏതായാലും നിങ്ങളെ ഞാൻ ഇരുന്ന് രക്ഷിച്ചു തരാം. അവർ രക്ഷപ്പെടാനാണല്ലോ എൻ്റെ അടുത്ത് വന്നേ. നിങ്ങളെ ഞാൻ ഇരുന്ന് രക്ഷപ്പെടുത്തി തരാം, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇപ്പം നമുക്ക് ഈശോ ഉണ്ട്, നമ്മുടെ മധ്യസ്ഥനായിട്ട് ഈശോ ഉണ്ട്. അല്ലാണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിനി പോവാത്ത പള്ളികളൊന്നുമില്ല, നേർച്ചയിടാത്ത പുണ്യാളന്മാരില്ല. മനസ്സിലായില്ലേ? അന്ന് ഈ കൃപാസനമൊന്നും വന്നിട്ടില്ല, അതവരുടെ ഭാഗ്യം വരാഞ്ഞത്. വന്നെങ്കിൽ ആ ശാപവും കൂടി അവരുടെ മേത്തേക്ക്
കയറിപ്പോയേനെ. അപ്പോൾ ഇവർ സകല വിശുദ്ധരുടെ മുമ്പിലും പോയി പ്രാർത്ഥിക്കുന്ന, നേർച്ചയിടുന്ന, കാഴ്ചയിടുന്ന, വേളാങ്കണ്ണിയൊക്കെ സ്ഥിരം പോവുക. പക്ഷേ അവരെത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിപ്പെട്ടില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ആ വചനം അവർ കാണാതെ പോയി, ആ വഴി അവർ കാണാതെ പോയി. അതവർക്ക് വലിയ വീഴ്ചയായിരുന്നത്. മനസ്സിലായില്ലേ? അവരുടെ ഏറ്റവും വലിയ വീഴ്ചയായിരുന്നു ആ വീഴ്ച. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോവുക, രണ്ടുപേരും പോയിക്കോ, അമ്മയും മോനും കൂടി പോയിരിക്കുക, 1 മണിക്കൂർ പോയിരുന്ന് ഈശോയുടെ മുമ്പിൽ ഒന്നും പറയരുത്, ഒന്നും പറയാൻ പാടില്ല, കണ്ണീരോടെ ഈശോയുടെ മുഖത്ത് നോക്കിയിരിക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോരുക. വേറെ ഒരു ചിന്തകളും അവിടെ കടന്നു വരരുത്. നിങ്ങളിരിക്കുക. അപ്പം ഞാനും ഈശോയോട് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ 2 പ്രാർത്ഥനയും കൂടുമ്പം നിങ്ങൾക്ക് ഇതിന്ന് ഞാൻ രക്ഷപ്പെടുത്തി തരാം. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ ഓടുക, എങ്ങടെ ഓടണേ? നാശത്തിൻ്റെ വക്കിലേക്കാണ് ഓടുന്നത്, നാശത്തിലേക്കാണ് നമ്മൾ ഓടുന്നത്, നന്മയിലേക്കല്ല. എന്നിട്ട് പറയും, ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചു, ഇനി പോകാത്ത സ്ഥലമില്ല. കാശ് ദൈവത്തെ ഓർത്ത്, ഇത് ഞാൻ ഒരു വാണിംഗ് തരുന്നത് നിങ്ങൾക്ക്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയും 1 രൂപ പോലും കൊടുത്ത് പ്രാർത്ഥിക്കരുത്. അത് നിങ്ങളുടെ ശാപമാണ്, അത് നിങ്ങളുടെ കഷ്ടകാലമാണ്, അത് നിങ്ങളുടെ നാശമാണ്. 1 രൂപ പോലും കൊടുത്ത് നിങ്ങൾ ഒരു സ്ഥലത്തും പോയി പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ ഹൃദയമാണ് കർത്താവിന് വേണ്ടത്. മനസ്സിലായില്ലേ? നീ താഴ്മയോടെ എൻ്റെ കരങ്ങൾക്ക് ഇരിക്കുക, തക്ക സമയത്ത് നിന്ന് ഞാൻ ഉയർത്താം എന്നാണ് വചനം പറയുന്നത്. ആ കർത്താവിൻ്റെ തിരുമുമ്പിൽ പോയിരിക്കുക. നിങ്ങൾ ആർക്കും ഈ പൈസ കൊടുക്കണേ? സാത്താനെ വീണ്ടും നിങ്ങൾ സേവിക്കുകയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സാത്താനാണ് മേടിക്കണേ, ദൈവത്തെ അല്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവമല്ല കേൾക്കണേ, അത് സാത്താനെ കേൾക്കണേ. ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഈ സാക്ഷിയൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ട്, ഇതെന്താ ഇവർ ഈ പറയുന്ന സാക്ഷ്യങ്ങൾ സത്യമാണോ? അത് ഈ പിശാച് കൊടുക്കും, പിശാച് കൊടുക്കും ഈ ചോദിക്കുന്നതിന് ഉത്തരം. മനസ്സിലായില്ലേ? അത് നിലനിൽക്കത്തില്ല. അതിന് വേറെ ശിക്ഷ ദൈവം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള പള്ളിയിലേക്കൊന്നും നിങ്ങൾ പോകരുത്. ഞാൻ ഈ അമ്മേൻ്റെ മോനും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ, വേറൊരു പള്ളിയിൽ പോകണ്ട, നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോയിരിക്കുക, ഈശോയുടെ മുമ്പിൽ ആ കുരിശിൻ്റെ കീഴിൽ പോയിരിക്കുക, 1 മണിക്കൂർ പോയിരിക്കുക, ഒന്നും പറയരുത്. നിങ്ങളുടെ ചിന്തകളുടെ ആ വാതിൽ അങ്ങ് അടയ്ക്കുക, നിങ്ങൾ അനുഭവിച്ച വേദനയുടെ വാതിൽ നിങ്ങളവിടെ അടയ്ക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് സമാധാനത്തോടെ ഈശോയുടെ മുമ്പിൽ വെറുതെ ഇരുന്നാൽ, ഈശോയ്ക്കറിയാം എന്താ എൻ്റെ അടുത്ത് വന്നേക്കണേ, ഈ ആളെന്തിനാ എൻ്റെ അടുത്ത് വന്നിരിക്കണം എന്നുള്ളത് ഈശോയ്ക്കറിയാം. ഞാൻ എന്നും പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും പറയണ, ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നിങ്ങളെങ്ങും ഓടരുത്. ഒരു വിശുദ്ധൻ്റെ മധ്യസ്ഥതയെ നിങ്ങൾ തേടാൻ പോരുത്, അത് കിട്ടത്തില്ല. ഞാൻ ആദ്യം പോലെ പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അടുത്ത് മധ്യസ്ഥ അപേക്ഷിക്കേണ്ട, കാരണം അത് നടക്കത്തില്ല. അമ്മയുടെ ദൗത്യം കഴിഞ്ഞ് അമ്മ പോയി. ഞാൻ പരിശുദ്ധമ്മയ്ക്ക് എതിരൊന്നുമല്ല, ഞാൻ പരിശുദ്ധമ്മേനെ തള്ളിക്കളയുന്നതല്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പരിശുദ്ധമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മധ്യസ്ഥ അപേക്ഷിക്കാനായിട്ട് നമ്മൾ പരിശുദ്ധമ്മയെ ക്ഷണിക്കരുത്, സ്വീകരിക്കരുത്. ഞാനിത് തെറ്റാന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പോകാതിരിക്കുക, എന്തുകൊണ്ട് ചെയ്യാം. ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയണം. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഒരുവനും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, എന്നെ തേടി ആരും വരുന്നില്ല. ഭൂമിയിലെ സകല തെറ്റുകൾക്കും കുറ്റങ്ങളും ചെയ്തിട്ട് അവർ സുസ്ഥമായിട്ട് വിഹരിക്കുകയാണ്. പക്ഷെ അവർ പോകുന്നങ്ങോട്ട് കള്ളന്മാരുടെ ഗുഹയിലേക്കാണ് പോകണം. ഇത് ഞാൻ സഭയ്ക്ക് എതിരെന്ന് പറയുന്നതല്ല, ഈശോ എനിക്ക് തന്നെ ഈ വെളിപ്പെടുത്തലുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും, കടമുണ്ടെങ്കിലും, രോഗമുണ്ടെങ്കിലും, കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് ചെല്ല്. നിങ്ങൾ ഈശോനെ ആശ്രയിക്കുക. അല്ലാണ്ട് മെഴുതിരി കത്തിച്ചിട്ടോ, തിരി കത്തിച്ചിട്ടോ, ഉപ്പ് വെച്ചിട്ടോ, കൊന്ത വെച്ചിട്ടോ, പത്രം കത്തിച്ചിട്ടോ ഒന്നും ഒരു രക്ഷയുണ്ടാകത്തില്ല.
ഏകരക്ഷകനാണ് യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ മുമ്പിലെ ഏകരക്ഷകനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ എപ്പോൾ സാധിക്കുന്നോ അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഈ അമ്മയോടും മകനോടും ഞാൻ പറഞ്ഞു വിട്ടു, നിങ്ങൾ ചെല്ലുക, നിങ്ങൾ എല്ലാ ദിവസവും യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കുക. എന്നോട് അവർ എടുത്ത വൈകി കണ്ടു വെച്ച്, സാറേ അങ്ങനെയെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുമോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി തരാം. ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാം. പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ചെന്നിരിക്കണം. അവിടെ നിന്നാണ് തീരുമാനിക്കണേ. നിങ്ങളുടെ യോഗ്യത അവിടെ നിന്നാണ് തീരുമാനിക്കണേ. നിങ്ങൾക്കുള്ള ശമ്പളം അവിടെ നിന്നാണ് തരണേ. അവർ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷ പ്രാപിച്ചു. ആ മാനസിക രോഗിയായ പയ്യൻ ഒരിക്കൽ, ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞ്, ഒരിക്കൽ ഞാൻ അന്വേഷിച്ചപ്പം ആ പയ്യൻ ആശുപത്രിയിൽ പോകുന്ന വീട്ടിലാണ് എന്ന് പറഞ്ഞു. മരുന്ന് കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ എത്തപ്പെടേണ്ട സ്ഥലത്ത് എത്തപ്പെടണം. ആ പിള്ളേരുടെ, ആ കൊച്ചിൻ്റെ അപ്പൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഈ തലമുറ മക്കൾ അനുഭവിക്കേണ്ടി വന്നു. ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഇനിയൊരു തലമുറ ഉണ്ടാവില്ല. അതെല്ലാം തകർത്ത് കളയും. മനസ്സിലായില്ലേ? എല്ലാം തകർത്ത് കളയും. അതുകൊണ്ട് ഇതൊന്നും അല്ലാട്ടോ എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെയൊക്കെ അപ്പുറമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇപ്പോൾ നോക്കി, ആ കുടുംബം നശിച്ചു പോയില്ലേ? മറ്റേ കുടുംബം അയാൾ നശിച്ചപ്പം ഇയാളുടെ കുടുംബം ദൈവം നശിപ്പിച്ചില്ലേ? നമ്മളൊരു കാരണന്മാരൊരു കഥ പറയില്ലേ, ഒരു പുരാണമല്ലേ? അതായത് പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളുടെയൊക്കെ മക്കളുടെ കല്യാണം കഴിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ സൂക്ഷിച്ചോ. ഈ ശിക്ഷ നിങ്ങളുടെ മേലുണ്ടാവും. നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കാരണന്മാർ ആരെങ്കിലും ഇതിന് ഒരു വഴി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാരമാണ് നിങ്ങൾ ചോർക്കണേ. നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങൾ തള്ളിക്കളയും ചെയ്യരുത്. മനസ്സിലായില്ലേ? തള്ളിക്കളയരുത്. ഈ ചാത്തനെ സേവിക്കുന്ന ആ വീടുകളിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കൂടോത്രത്തെ എടുക്കുന്ന ആൾക്കാർക്കും അവർക്കും ഈ പറഞ്ഞ സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ വാക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനീ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ ചാത്തൻ സേവ, കൂടോത്രം, മന്ത്രവാദം, കൈവിഷം, ഇതെല്ലാം ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ അത് ചാത്തൻ സേവേനെ നമ്മൾ മാറ്റി നിർത്തുക. കാരണം അത് അവർ സ്വയം ചെയ്യുന്നതാണ്. മറ്റ് 3 കാര്യം ആരെങ്കിലും വേറൊരാൾക്ക് വേണ്ടി ചെയ്താൽ അവരുടെ കുടുംബത്തിൻ്റെ അടിത്തറ പൊളിച്ചളയും. അടിത്തറ പൊളിച്ചളയും, ഒരു സംശയവും വേണ്ട. 2 കാര്യങ്ങൾക്കാണ് ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ തകർക്കണേ. 2 കാര്യങ്ങൾക്ക്. ഒന്ന്, ഈ കൂടോത്രം, മന്ത്രവാദം, കൈവശം ഇതെല്ലാം കൊടുക്കുന്നവരും ചാത്തൻ സ്വീകരിക്കുന്നവരും അവൻ്റെ കുടുംബത്തെ അവൻ്റെ അടിത്തറ പൊളിച്ചറിയും. 2ാമത്തെ ശിക്ഷ ഇതാണ്. ഏത്? അബോർഷൻ. അബോർഷൻ ചെയ്യുന്ന കുടുംബത്തിൻ്റെ അടിത്തറ പാടെ തകർത്ത് കളയും. അതിനൊരു സംശയവും വേണ്ട. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ അബോർഷൻ ചെയ്തിട്ട് കുടുംബം നോക്കിയോ, ആ കുടുംബത്തിൻ്റെ അടിത്തറ തകർത്ത് കളയും, തരിപ്പണമാക്കി കളയും. അത് ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു ഉദരത്തിലിട്ട് കട്ട് ചെയ്ത് മുറിച്ച് പൊടിച്ച് ഉടച്ച് കളയുക ഒരു ജീവന്.
എന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ പറയുക? വീട്ടുകാർ സമ്മതിച്ചില്ല, ഭർത്താവ് സമ്മതിച്ചില്ല, നാത്തൂൻ സമ്മതിച്ചില്ല, അമ്മായിമ്മ സമ്മതിച്ചില്ല. പിന്നെ എന്തിനാ ഇവള് കല്യാണം കഴിക്കാൻ പോകുന്നേ? പിന്നെ എന്തിനാ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നേ? അപ്പം അതൊരു വലിയ പാപമാണത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപദൂഷണം ക്ഷമിക്കപ്പെടും. മനസ്സിലായില്ലേ? ആത്മാവിനെതിരെ പാപം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി, നിങ്ങൾ വായിച്ചു നോക്കിയോ, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയുന്നു. പണ്ട് ഞങ്ങൾ പ്രാർത്ഥന ഗ്രൂപ്പിന് ശനിയാഴ്ച ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് എടുക്കുന്നത് ഞാനായിരിക്കും എടുക്കുന്നത്. അന്ന് ബാങ്ക് 2 മണി വരെ ബാങ്കുള്ളൂ, ഉച്ചയ്ക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ ബാങ്കുള്ളൂ. അപ്പം ഞാൻ 2 മണിക്ക് എൻ്റെ ക്യാഷെല്ലാം ക്ലോസ് ചെയ്തിട്ട് വിട്ടുപോരും പള്ളിയിലേക്ക്. അപ്പോൾ ഒരു ദിവസം ഞാൻ വന്ന് ക്ലാസ് എടുക്കാൻ, എനിക്കറിയത്ത പോലുമില്ല, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാനത് ക്ലാസ് എടുക്കാൻ വന്നപ്പം എന്നെക്കൊണ്ട് പറയിപ്പിച്ച ഒരു വിഷയം അബോർഷനാണ്. അബോർഷനെക്കുറിച്ച് പറഞ്ഞപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ദൈവം ക്ഷമിക്കാത്ത ഒരു പാപമാണ് അബോർഷൻ. മനസ്സിലായോ? ദൈവം ക്ഷമിക്കാത്തൊരു പാപമാണ് അബോർഷൻ. അതിൻ്റെ ആ കുടുംബത്തിൻ്റെ അടിത്തറ പൊളിച്ചളയും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ആ കുടുംബത്തിൻ്റെ അടിത്തറ പൊളിക്കും. അടിത്തറ പൊളിക്കുമെന്ന് പറഞ്ഞാൽ അടിത്തറ പൊളിച്ചളയും. മനസ്സിലായില്ലേ? അപ്പം ഒരു സിസ്റ്റർ FC കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ അതിനകത്തിരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഒരു ധ്യാന ഗുരുവാണ്. അപ്പം ഞാനാണ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞപ്പം അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ സിസ്റ്റർ വന്നിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് 2 മണിക്കൂർ നീട്ടിയങ്ങ് പിടിച്ചു. അതിൻ്റെ ശിക്ഷ എന്നാന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈശോ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്. എന്നെക്കൊണ്ടത് പറയിപ്പിച്ച ഈശോ. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ട് പോകാറില്ല, പക്ഷേ അവിടെ ചെല്ലുമ്പം അത് മാറിപ്പോകും. അപ്പോൾ ഈ സിസ്റ്റർ ക്ലാസ് കഴിഞ്ഞ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ തടുത്ത് നിർത്തി എന്നെ ചോദ്യം ചെയ്തു. രാജസാര പറഞ്ഞത് തെറ്റാണ്, ദൈവം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല, സഭയുടെ പഠനമല്ല അത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പറഞ്ഞത് തെറ്റാണ്, അത് മേലിൽ പറയരുത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞ് അപ്പോൾ ഈ സിസ്റ്ററിനോട് പറഞ്ഞ് ഇതിൻ്റെ വചനം തരാൻ പറഞ്ഞു. ദൈവവചനമില്ലാത്ത ഒരു കാര്യവും പ്രസംഗിക്കാൻ പാടില്ല. ഞാൻ അവിടെ നിന്ന് വേർത്ത് പോയി. പള്ളിയുടെ വഴിയിൽ നിൽക്കണേ ഞാൻ വേർത്ത് പോയി. എനിക്കറിയത്തില്ല വചനം എന്തെന്നൊന്നും എനിക്കറിയത്തില്ല, അതിൻ്റെ വചനം ഉണ്ടോയെന്ന് എന്തെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതുദ്ദേശിച്ച് പോയതല്ല, പക്ഷെ പറഞ്ഞപ്പം അതങ്ങോട്ടായിപ്പോയി. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് വചനമൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ വേണ്ടി വന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചു. അതിനിപ്പോൾ സിസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് അത് സിസ്റ്ററിൻ്റെ ഷൗട്ടായി. ഒരിക്കലും വചനം ഇല്ലാത്ത ഇത് പ്രസംഗിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം. ഞാൻ വീട്ടിൽ വന്നു, എൻ്റെ പിടിയെല്ലാം വിട്ടുപോയി. എനിക്കങ്ങനെ സ്വഭാവമുണ്ട്, എൻ്റെ സകല പിടിയും വിട്ടുപോയി. ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ വന്ന് ഇരുന്ന് ഞാൻ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു പറഞ്ഞു, ഇന്ന് ഞാൻ നിർത്തുവിട, ഇന്ന് ഞാൻ ഈ കർത്താവിൻ്റെ ശുശ്രൂഷ ഇവിടെ നിന്ന് അവസാനിപ്പിക്കും, എൻ്റെ കൊന്ത ഞാൻ ഊരും. എന്നോട് ചോദ്യം ചെയ്തേക്കുന്നത് ഇതിൻ്റെ വചനം കാണിച്ചു കൊടുക്കാനാണ്. ഒന്നിലും എനിക്ക് ഇതിൻ്റെ വചനം തരണം, അല്ലെങ്കിൽ എന്നെ ഇത് നിർത്താൻ ഞാൻ അനുവദിക്കണം. എൻ്റെ കർത്താവ് എൻ്റെ പൊന്നെ, എൻ്റെ കണ്ണിൽ നിന്ന് ചോര വന്നേ. എൻ്റെ ഈശോ എനിക്കൊരു വചനം കാണിച്ചു തന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം എടുക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചേൽപ്പിച്ചു തരാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും. ഈ സിസ്റ്റർ പറഞ്ഞെന്നറിയോ,
ദൈവം ക്ഷമിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇതിൻ്റെ പ്രശ്നമായ. അബോർഷൻ ചെയ്താൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. ഞാൻ ഈ വചനം കണ്ടപ്പോഴത്തേക്കും എൻ്റെ കണ്ണീരില വന്ന് ചോര വന്ന്, എൻ്റെ കർത്താവ് എന്നോട് അത്രയധികം എന്നെ ഈ ആപത്തുകളിൽ എന്നെ രക്ഷിച്ച എൻ്റെ ഈശോ അല്ലേ. ഞാൻ അപ്പം തന്നെ ആ നിമിഷം എൻ്റെ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് ലാൻഡ് ഫോണാണ്, മൊബൈലൊന്നുമില്ല. ഞാൻ സിസ്റ്ററിനെ മഠത്തിലേക്ക് വിളിച്ചു. ഇന്ന സിസ്റ്റർ, അപ്പോൾ പുള്ളിക്കാരത്തി ധ്യാനഗുരുവാന്ന് എനിക്കറിയാം, പേരെനിക്കറിയത്തില്ല. അപ്പം നിങ്ങളുടെ മഠത്തിലേക്ക് ധ്യാനിപ്പിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്, എനിക്കൊന്ന് തരാമെന്ന് വെച്ചാൽ. അപ്പോൾ പറഞ്ഞു സിസ്റ്റർ വേറെ സ്ഥലം വരെ പോയിരിക്കാനോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ആകാംക്ഷയായി, ഇവരോട് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം, ഇതൊന്ന് പറയണം. പിറ്റേ ദിവസം കാലത്ത് പള്ളിയിൽ ചെന്നപ്പം സിസ്റ്ററിനെ കണ്ടില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ ചെന്നിട്ട് നേരത്തെ ഇറങ്ങി നിന്ന്, കുർബാന കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി വന്നു. ആൾക്കാരൊക്കെ പോയി കഴിയാറായപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി വന്നു. ഞാൻ തടുത്ത് നിർത്തി. ഞാൻ പറഞ്ഞ് സിസ്റ്റർ ചോദിച്ച ദൈവവചനം ഞാൻ പറഞ്ഞാറ്റ്, അതായത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം. അപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞതെന്നറിയോ? 12:31 പറഞ്ഞത് പരിശുദ്ധാത്മാവിനെതിരായി ചെയ്ത പാപം ദൈവം ക്ഷമിക്കില്ല എന്ന് പറയുന്നത് മതി. എനിക്ക് അത്രയും കേട്ടാൽ മതി. അപ്പോൾ പരിശുദ്ധാത്മാവിന് എതിരെ ചെയ്യുന്ന പാപം ദൈവം ക്ഷമിക്കില്ല. അപ്പം നമ്മുടെ മക്കളെ ഉപദ്രവിച്ചാൽ നമ്മൾ സമ്മതിക്കില്ല, അതല്ല അതിൻ്റെ അർത്ഥം. അല്ല സിസ്റ്റർ, അതിനെനിക്ക് മറുപടി വാ. പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന ദൂഷണം ദൈവം ക്ഷമിക്കില്ല ഇല്ലേ? അങ്ങനെയല്ലേ സിസ്റ്റർ പറഞ്ഞത്. അത് 32 എനിക്ക്. മനുഷ്യപുത്രനെതിരായ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. 32. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ആയ ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഭവം കണ്ടോ? പരിശുദ്ധാത്മാവിനെതിരെ ഞാൻ പറഞ്ഞു അതല്ല, അത് 32. 31 എടുക്കാൻ പറഞ്ഞു. അടുത്ത് ചെല്ലുമ്പോൾ വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 31 എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിന് എതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചോദിച്ച ആത്മാവെന്ന് പറഞ്ഞാൽ എന്നാ? ജീവൻ. ആ ജീവനെതിരെ ആര് കളിച്ചാലും ദൈവം ക്ഷമിക്കില്ല. അപ്പം പുള്ളിക്കാരത്ത് പറഞ്ഞ് ശരിയത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ക്ലാസ് എടുക്കുന്നതല്ലേ, ഇതേക്കുറിച്ച് ഈ അബോർഷനെക്കുറിച്ച് ഒന്ന് പറയാൻ ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ, എന്നോട് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എന്നോട് ആ സിസ്റ്റർ പറഞ്ഞ പള്ളിമുറ്റത്ത് വെച്ച് ഞാനത് പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത്രയും കൃത്യമായ രീതിയിൽ ഞാൻ ഇത് കാണിച്ചു തന്നു. എന്നോട് വചനം ചോദിച്ച്, എൻ്റെ ഈശോ എനിക്ക് എടുത്തു തന്ന വചനമാണത്. അപ്പോൾ ഇത് നിങ്ങളുടെ ധ്യാനങ്ങളിൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പറയില്ലെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അടിത്തറ, അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ പൊളിക്കുന്ന സംഭവങ്ങളാണ് ഈ 2 വചനം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ആർക്കിട്ടും ഒരു കൂടോത്രം ചെയ്യാനോ മന്ത്രവാദം ചെയ്യാനോ കൈവശം കൊടുക്കാനോ ഒന്നും പോയേക്കരുത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഞാനീ പറഞ്ഞവരെ അവരോട് പറഞ്ഞു കൊടുത്തവരെ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് ചെല്ലുക. ആ കുരിശിൻ്റെ കീഴിൽ ചെന്നിരുന്ന് ശാന്തമായി സ്വസ്ഥമായി മനസ്സിന് അങ്ങോട്ട് യേശുവിന് കൊടുത്താൽ മതി. ആ തക്ക സമയമാകുമ്പം ഈശോ നിങ്ങളെ ഉയർത്തും. അതേപോലെ തന്നെ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു ഇത് ചോദിച്ചു വന്നാൽ ഒരിക്കലും നിങ്ങൾ അബോർഷനെ സപ്പോർട്ട് ചെയ്യരുത്. ചെയ്യുന്നവർക്കും ഉണ്ടാകും, അതിന് പ്രേരിപ്പിക്കുന്നവർക്കും കിട്ടും ആ ശിക്ഷ. എത്ര കുടുംബങ്ങളാണെന്നറിയോ? എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകണമെന്നറിയോ? ഇപ്പം ഞാൻ ആരായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വലിയ ശല്യമില്ല. മറ്റേത് എനിക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. മക്കൾ നശിച്ചു പോയി, മക്കൾ തെറ്റിപ്പോയി, മക്കൾ പഠിക്കുന്നില്ല, മക്കൾ തല്ലുപിടുത്തമാണ്, അതാണ് ഇതാണ് രോഗമാണ്. എന്താ കാരണം? ഈ അബോർഷൻ ചെയ്തതാണ് ഇതിൻ്റെ കാരണം. അതുകൊണ്ട് അബോർഷനെ നിങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കരുത്. ഇതേപോലെ തന്നെ ശിക്ഷ തന്നെയാണത്. ഇനി
കൊച്ചു കാര്യമൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിന് ഈ 20:5 പറയുന്ന ആ ശിക്ഷ 3-4 തലമുറ ശിക്ഷിക്കും എന്ന് പറയുന്ന ആ ശിക്ഷ, അതിനെ വേറൊരു വചനം വെച്ചിട്ട് ആൾക്കാർ തർക്കിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതും ദൈവവചനമാണ്. ആ വേറെ വചനം എന്ന് പറഞ്ഞാൽ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിലുണ്ട്. അതായത് പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. ആ 20-ൻ്റെ ആ പുറപ്പാടിൻ്റെ 20:5 ബദലായിട്ട് ഈ ധ്യാനഗുരുക്കന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ശിക്ഷയില്ല, ദൈവം ശിക്ഷിക്കത്തില്ല എന്നുള്ളതാണ്. അതും കാരണന്മാർ ചെയ്തതിന് ശിക്ഷ മക്കൾ അനുഭവിക്കില്ല എന്നുള്ളതാണ്. ഈ വചനത്തിൻ്റെ അർത്ഥം അവർക്കറിയത്തില്ല. മനസ്സിലായില്ലേ? ഇതെന്തുകൊണ്ടാണ് ഈ വചനം എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞേക്കണമെന്നുള്ളത് അവർക്കറിയത്തില്ല. ഈ പിതാവിൻ്റെ തെറ്റിന് മക്കൾക്ക് ശിക്ഷ കിട്ടത്തില്ല. അത് പിതാവ് തന്നെ അനുഭവിക്കണം. എന്താണെന്നറിയോ? അതുപോലെ തന്നെ പുത്രൻ്റെ തെറ്റിന് പിതാവിനും ശിക്ഷ ഉണ്ടാകത്തില്ല. അത് വ്യത്യാസമുണ്ട്, അതിന് വ്യത്യാസമുണ്ട്. ഈ 3-4 തലമുറ ശിക്ഷിക്കുന്ന ആ ശിക്ഷയല്ല അതിനകത്ത് കയറി വരുന്നത്. അതിനകത്തുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ നിങ്ങളോട് ഞാനിത് പറയുന്നത് ആരും കേട്ട് നിങ്ങളതിനെ കൊണ്ട് ചെല്ലുമ്പം അവരാദ്യം എടുത്ത് കാണിച്ചു തരുന്നത് ഈ സാധനമാണ്. ഇപ്പോൾ ഇതിനകത്ത് ശിക്ഷയില്ല, പിന്നെ എങ്ങനെ ദൈവം ശിക്ഷിക്കും എന്നാണ് ചോദിക്കുന്നത്. ഈ എസെക്കിയേൽ പ്രവാചകൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ പറയുന്ന ആ ശിക്ഷ, പിതാവ് ജോലിക്കാർക്ക് കാശ് കൊടുക്കുന്നില്ല, പാവപ്പെട്ടവനെ സഹായിക്കുന്നില്ല. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ ആ വചനം പാലിക്കുന്നില്ല, ഇല്ലാത്തവനുമായിട്ട് പങ്കുവയ്ക്കപ്പെടുന്നില്ല. അങ്ങനെ കൊലപാതകം, അതായത് പരദൂഷണം പറയുന്നു, വ്യഭിചാരം ചെയ്യുന്നു, അങ്ങനെയുള്ള ആ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് അവർ മാത്രം അനുഭവിച്ചാൽ മതി, മക്കളിലേക്ക് ചെല്ലില്ല എന്ന് പറഞ്ഞ്. അല്ലാണ്ട് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ശിക്ഷയ്ക്ക് ഉള്ള വചനമല്ല അത്. ഞാൻ പറഞ്ഞാൽ അത് പ്രത്യേകം പറയാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അവരെടുത്ത് ചാടി കാണിച്ചു തരും. മനസ്സിലായില്ലേ? നിങ്ങളിത് ചെയ്ത് നോക്ക്. ഈ എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത് പിതാവിൻ്റെ തെറ്റിന് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ട, മക്കളുടെ തെറ്റിന് പിതാവും ശിക്ഷ അനുഭവിക്കേണ്ട. അത് ആ ശിക്ഷ വേറെ, അത് ആ തെറ്റ് വേറെയാണ്. ആ തെറ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ. മനസ്സിലായില്ലേ? അതിൻ്റെ ശിക്ഷ അവർ തന്നെ അനുഭവിക്കണം. മറ്റത് ഒരു മനുഷ്യൻ്റെ വേദനേനെ താങ്ങുന്നതാണ്. ഒരുത്തിൻ്റെ ഭൂമിയെല്ലാം തട്ടിച്ചെടുത്താൽ, അവൻ്റെ ഭൂമിയിൽ നിന്ന് കൈയേറിയെടുത്താൽ അവനൊരു വേദന ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ വേദനയ്ക്ക് ഒരു ശിക്ഷ ദൈവം കൊടുക്കും. അതാണ് ആ തലമുറ മൊത്തം നശിച്ചു പോകും. ഒരു ശാപം കിട്ടിയ ഭൂമി കയറി കിടന്നാൽ ആ കുടുംബം നശിച്ചു പോകും. ആ കുടുംബത്തിലെ മക്കളുടെ കല്യാണം നടക്കത്തില്ല. എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് അതിന് പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് ചെല്ലുക, ഈശോയുടെ മുമ്പിൽ ശാന്തനായിരിക്കുക. എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ള ആളുടെയാണ് സാധനമെങ്കിൽ തിരിച്ചു കൊടുക്കുക. കുടുംബം നശിച്ചു പോവും, കുടുംബത്തിൻ്റെ നിലനിൽപ്പുണ്ടാകത്തില്ല. അതാണ് ഈ സാധനങ്ങളുടെ കുഴപ്പം. ഞാനിത് ഇനിയും കൂടുതൽ പറഞ്ഞാൽ ഇത് സമയം ഒരുപാടായിപ്പോവും. ഞാൻ വളരെ ചുരുക്കി, വളരെ ചെറിയ രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നേക്കണേ. നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകാമെങ്കിൽ മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഒരാൾക്കെതിരെ ഒരു കൂടോത്രം ചെയ്യരുത്, ഒരു മന്ത്രവാദം ചെയ്യരുത്, ഒരു കൈവശം കൊടുക്കരുത്. ഈ ശാപമാ, തലമുറ 3-4 തലമുറ നിങ്ങളുടെ നശിച്ചു പോകും. മനസ്സിലായില്ലേ? നശിച്ചു പോകും. ആ ശാപവും ആ ശിക്ഷയും നിങ്ങൾ മേടിക്കരുത്. അതിനകത്തിപ്പോൾ ഞാൻ ഒറ്റ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
അതേപോലെ തന്നെ അബോർഷൻ ഒരിക്കലും നിങ്ങളുടെ അറിവിൽ ഒരാളെങ്കിലും ആരെങ്കിലും അബോർഷൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കണം, അവരത് ചെയ്യിക്കരുത്. അത് ചെയ്താലും ആ കുടുംബത്തിൻ്റെ അടിത്തറ ദൈവം പൊളിച്ചു കളയും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. എൻ്റെ ഫോൺ നമ്പർ കുറിച്ച് വെച്ചോ, നിങ്ങൾ നോക്കി ഇത് കേട്ടിട്ട് 9447466181 94 47 46 61 81. നിങ്ങൾ എന്നെ വിളിച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയത്തിനകത്തുണ്ടെങ്കിൽ ഞാനത് തീർത്തു തരാം. നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാനിതിന് തീർത്തു തരാം. അല്ലാണ്ട് അത് വെച്ചുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങരുത്. സംശയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതൊരു വലിയൊരു അറിവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ അറിവ് നിങ്ങൾ തള്ളിക്കളയരുത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ ചെയ്യുക. പക്ഷേ ഒന്നുകൂടി ഞാൻ പറയുന്നത്, ഇതെല്ലാം കേട്ടുകൊണ്ട് എൻ്റെ പുറത്തേക്ക് തെറി പറയാനോ അതിനൊന്നും എന്നെ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് കേട്ടത് ഇഷ്ടമായില്ലേ, നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കുക. മനസ്സിലായില്ലേ? എന്നെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്രദമാകുന്ന സമയം വരുമ്പോൾ നിങ്ങളത് വീണ്ടും കേൾക്കുക. നിങ്ങൾക്കത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കേൾക്കുക. അല്ലാണ്ട് എന്നെ ഇതിന് ചീത്ത പറയാനോ തെറി പറയാനൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങളുടെ സംശയം, അത് എന്ത് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. എപ്പോൾ വിളിച്ചാലും ഞാൻ അതിന് ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി 2-3 വീഡിയോ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും നിങ്ങൾക്ക് നന്മയായിട്ട് മാറും എന്നൊരു സംഭവം വരും എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം ഞാൻ എടുത്തു. അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളിത് കേൾക്കണം, കേൾക്കാതിരിക്കരുത്. ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന് അബോർഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ഇങ്ങനത്തെ അബോർഷൻ്റെ കേസൊന്നും ഇല്ലേ? കേട്ടിട്ടുണ്ടോ? അത് കുമ്പസാരിച്ചാലൊന്നും പോകുന്ന പാപമല്ല. നിങ്ങളത് ഓർത്തോ? ഞാൻ കുമ്പസാരിക്കേണ്ടെന്നല്ല പറഞ്ഞത്. കുമ്പസാരിച്ചാലൊന്നും പോകുന്ന പാപമല്ല അബോർഷൻ. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ കൈവിഷവും കുറുവത്രവും മന്ത്രവാദമൊക്കെ ചെയ്യുന്ന കുമ്പസാരിച്ച് പോകുന്ന പാപങ്ങളല്ല. അപ്പോൾ അങ്ങനെ ആരും വിചാരിച്ചിരിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ അതിന് തക്ക മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറയാം. 9447466181 94 47 46 61 81. കുറിച്ച് വെച്ചോ. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ അതിന് ഉത്തരം തരാം. എന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.